ക്ലൗഡ് വരുമ്പോഴത്തേന് സിസ്റ്റം എഞ്ചിനീയേഴ്സിന്റെ ഒരു ജോബ് റോൾ അങ്ങ് മാറും സത്യം പറഞ്ഞാല്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നേരത്തെ എന്ന് വെച്ചാൽ നമ്മളൊരു ബെയർ മെറ്റൽ സെർവർ അല്ലെങ്കിൽ ഒരു ഹാർഡ് ഫിസിക്കൽ സെർവറിലാണ് നമ്മൾ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലൗഡ് വന്നതിന് ശേഷം ഇത് കംപ്ലീറ്റ്ലി ക്ലൗഡിലോട്ട് അങ്ങ് മാറി. അപ്പം വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഓപ്ഷൻ ക്ലൗഡിലുണ്ട്. ഇനി ആക്റ്റീവ് ഡയറക്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനും ഐഡന്റിറ്റി സർവീസ് ക്ലൗഡിലുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ക്ലൗഡിൽ തന്നെ ഒരു സെർവർ ഡിപ്ലോയ് ചെയ്തിട്ട് അതിന്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ജനറലി ഒരു ക്ലൗഡ് ആർക്കിടെക്ചറിനെ പറ്റി നല്ലൊരു ധാരണ വേണം. അതായത് ഏറ്റവും ബെസ്റ്റ് AWSഉം അഷ്യൂറും നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് രണ്ടും ഇല്ലാത്ത ഒരു കമ്പനി കണ്ടുപിടിക്കാൻ വളരെ ചുരുക്കമാണ്. അപ്പം മിക്കവാറും ക്ലൗഡിലോട്ട് മാറുന്ന കമ്പനികൾ എല്ലാം ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്ലൗഡിലായിരിക്കും മാറുന്നത്, അല്ലെങ്കിൽ രണ്ട് ക്ലൗഡും ഉണ്ടായിരിക്കും. അപ്പം അതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടൊരു കാര്യം. ഇത് കൂടാതെ തന്നെ ഈ ഒരു വിൻഡോസ് സെർവറിൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓഫീസ് 365ഉം അഷ്യൂറും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. AWS പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഓഫീസ് 365ഉം അഷ്യൂറും ആണ് വിൻഡോസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ പഠിക്കേണ്ടതും. അതേസമയം ലിനക്സ് ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ AWSഉം ലിനക്സും നല്ല രീതിയിൽ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്.